ഇത് ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ? സമയം പോലും അറിയില്ല. ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. We are in Lotus Temple, but we are not going to Lotus Temple. ഞങ്ങൾ ഇന്നത്തെ വിസിറ്റ് കഴിഞ്ഞു. ഇന്നത്തെ വിസിറ്റ് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ പോകണം. ലഞ്ച് കഴിച്ചിട്ട് നമ്മള് ഒരു വിസിറ്റിനൂടെ പോകും. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഒരു വിസിറ്റിനൂടെ പോകും. ആ വിസിറ്റിനൂടെ കഴിഞ്ഞ് we are heading towards Manali. ഞാൻ കുഞ്ഞുസാനിയ. അത് തന്നെ ഓടി നിന്റെ പാവം പറിച്ചിട്ട ചേട്ടൻ എന്നെ നോക്കുന്നു. നമ്മളിന്ന് മണാലിക്ക് പോവാണ്. ഡൽഹി ബൈ ഡൽഹി ഡൽഹി ബൈ ദ ബൈ. ഡൽഹിക്ക് ചെറുതായിട്ട് വിഷമമുണ്ട് നമ്മൾ പോകുന്നതിന്. ഡൽഹി രാവിലെ തൊട്ട് കരയുക. അതെ, മഴ ഭയങ്കര മഴ. രാവിലെ മഴയല്ല, കണ്ണീരാണത്. കണ്ണീര്, പ്യൂരിഫൈഡ് കണ്ണീര്. ഇന്ന് ലഞ്ച് കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം ലഞ്ച് കഴിച്ച സെയിം പാർക്കിലാണ്. സ്നേഹം കൊണ്ട് കണ്ടോ ഈ കോട്ട നൂരത്തെ ചോറ് കഴിക്കാൻ പോകുമ്പോഴും. ഡോക്ടർമാരെന്തായാലും ഈ പാർക്കിൽ വന്നിരുന്നു തിന്നത്തില്ല. അത് ശരിയാ. ഇട്ടോ വളരെ ആഡംബരല്ലേ. നിനക്കോ പറയില്ല ആരുമില്ല. ഇവിടെ കണ്ടു. ഇവിടുത്തെ ലേസിന് 15 രൂപയാ. ഗായ്സ്, ഞാൻ കുറച്ച് മുമ്പാണ് മേരിയുടെ വ്ളോഗ് കണ്ടത്. എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്നത് അതെ, ആ വ്ളോഗിനകത്ത് അത് ഫുള്ള് ഇന്നെനിക്ക് പറയണോ. സെയിം പ്ലേസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്നും ഇവിടെ വന്നിരുന്നാ കഴിക്കുന്നത്. എന്നും ഇവിടെ നിന്നല്ല കഴിക്കുന്നത്. രണ്ടാമത്തെ തവണയാണ്. എന്താടി ഹായ്, നൈസ് ടു മീറ്റ് യു. ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതെ, ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് വന്നതാണെങ്കിലും 2 വഴിക്കാണ് ട്രിപ്പ്. പായസൊക്കെ ഉണ്ടോ? അതെന്താ നിനക്ക് പായസം? എനിക്ക് പായസം കിട്ടിയില്ലല്ലോ. നിനക്കും പായസം കിട്ടിയോ? എനിക്ക് മോരാ കിട്ടിയത്. അയ്യോ, മോരെടുത്തില്ല. ഞാൻ ഫുഡ് കഴിച്ചു പായസം. ഊണ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസം. അത് നിർബന്ധ അല്ല, ഇവിടെ വന്നപ്പോ തൊട്ട് ആയുഷ് മഞ്ഞൾസോപ്പ്. എടാ ഒന്ന് ഓവറായിട്ട് സംസാരിക്കാതെ മിണ്ടായിരിക്കും. എടാ ആയുഷ് എന്ന് പറഞ്ഞ ആയുഷ് മഞ്ഞൾസോപ്പ് അല്ല. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുഷ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലാണ് നമ്മളുള്ളത്. അതിന്റെ ആയിട്ടുള്ള ഇതൊക്കെ കാണിക്കും. മഞ്ഞളും ഒത്തുചേരും മമ്മി. We are in All India Institute of Ayurveda. എയിംസിൽ പോയില്ല, പക്ഷെ AIIA എന്ത് ശരിക്കുന്നു. Such a beautiful campus. Cutie. അയ്യോ, അതിന്റെ അമ്മപ്പട്ടി എന്നെ നോക്കുന്നു. ചെറുപ്പം കടി കിട്ടും. It's 8:30. We are on the way to Manali. മണാലി വരെ എത്തും. വ്ളോഗ് എടുക്കാനേ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ലാപ്ടോപ്പ് നല്ല കിടക്കട്ടെ. ഫോൺ എടുക്കാതെ കൈ ഇങ്ങനെ വിറച്ചിരിക്കുകയാണെങ്കിൽ. അതെ, മണാലിയിലെ തണുപ്പ് എത്ര? -3 ആണെന്ന് തോന്നുന്നു. -6 We are in the petrol pump of India. എന്തിനാ? പെട്രോൾ അടിക്കാനല്ല, കഴിക്കാൻ. നോക്കൂ, പെട്രോൾ അടിക്കുന്ന പോലെ. എനിക്ക് ശക്തിയൊന്നുമില്ല. കഴിച്ച് ശക്തി വെക്കണം. നോൺ വെജ് ഓർ വെജ്? നോൺ വെജ് ഓർ വെജ്? എന്താ കഴിക്കാൻ? നോൺ വെജ്. Hi guys. എവിടെ? പഞ്ചാബോ? Beautiful field. Yeah, we are eating chicken biryani in the middle of the Haryana of the India. Haryana lady, Haryana.
such a beautiful place. Cauliflower and all. Even in the dark. In the petrol pump of the India. നമ്മളെ ഡ്രസ് ചേഞ്ച്. ലെറ്റ്സ് മീറ്റ് ഇൻ മണാലി. മഞ്ഞ്. ഇനി ഞാൻ വ്ലോഗ് ചെയ്യുമ്പം എന്റെ ചുറ്റും മഞ്ഞ് കാണും. ചിലപ്പോൾ അതിന് മണി വീഡിയോ എടുക്കും. അങ്ങനെ ഞങ്ങൾ പോവാ ഗൈസ് മണാലി. നമ്മള് മണാലിയുടെ ബോർഡർ എവിടെയോ എത്തി. അമ്മേ ഒന്ന് വാഷ്റൂമിൽ പോകാൻ ഇറങ്ങിയതാ. തണുത്തിട്ട് ഐസായി ഗൈസ്. ഐസ്. എനിക്ക് മണാലി വരെ എനിക്ക് പോണ്ട. ഞാൻ എങ്ങനെ എത്തും മണാലി വരെ? സത്യം പറഞ്ഞേ എടി എനിക്ക് ഈ തണുപ്പത്ത് പറ്റത്തില്ലടി. ചൂട് തിളച്ച വെള്ളെടുത്ത് മേത്തൂടെ ഒഴിക്കാൻ തോന്നുന്നു. വെൽക്കം ടു കുളു. നൈസ് ടു മീറ്റ് യു ഗൈസ്. ഡൽഹിയിൽ മഴയായിരുന്നു. ഞങ്ങള് മണാലി വന്നപ്പോ ഇവിടെയും മഴ. ഇവിടെ ഫുള്ള് മഴയും ഫ്ലഡ് പോലൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ചാ നമുക്ക് തണുക്കില്ല. ഇത് ഏത് ആംഗിളിൽ ഇപ്പൊ കുരിശായി. തൊടരുത്. എല്ലാത്തിനും തണുപ്പടിച്ചപ്പോ ചെറുതായിട്ട് കുഴപ്പങ്ങളൊക്കെ വന്നോടെ. തണുപ്പത്ത് ലിബാമ് ഞാനിട്ട് വെച്ചു ഗൈസ്. അപ്പൊ ജിഷ എന്നെ എന്തിനാ നിന്നെ കളിയാക്കിയേ? പല്ല് കഴിക്കാതെ ലിബാം ഇട്ടെന്നും പറഞ്ഞു. പല്ല് കഴിക്കാതെ ലിബാം ഇട്ടാ എന്താ? ഞാനും ലിബാം പ്രൊട്ടക്ഷൻ. എല്ലാത്തിനും ശരിക്കും മഞ്ഞടിച്ചപ്പോ വട്ടായത് എന്തൊക്കെയോ കാണിക്കുന്നു. നേരത്തെ കാണിച്ചോണ്ടിരുന്ന കാണിച്ചേ. ഹായ്. എടി നമ്മള് മണാലി പോലും എത്തിയിട്ടില്ല, കുളു പോലും എത്തിയിട്ടില്ല. നീ മുല്ലപ്പെരിയാറാണെങ്കിൽ ഇപ്പൊ പൊട്ടി താഴെ വീണേ. പണ്ടോ ഇവിടെ പണ്ട് ഇവിടെ പാണ്ഡവര് വന്നിട്ടുണ്ടായിരുന്നു. അവര് ഈ സ്ഥലത്തിനായിട്ട പേരാണ് പണ്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. നമ്മള് കുളു എത്തി. കുളു പക്ഷെ നമ്മൾ അവിടെ വാഷ്റൂമിൽ പോകാൻ ഇറങ്ങി അത്രയും തണുപ്പ് ഇവിടെ ഇല്ല. അതെ, അത്ര ഇവിടെ കുറച്ച് സൂര്യന്റെ പ്രകാശമെങ്കിലും ഉണ്ട്. പക്ഷെ ഇത് എവിടെയോ സൈഡില് ഫുഡ് കഴിക്കാൻ നിർത്തിയതാ. ഒന്നിലും തൊഴണ്ട, എല്ലാത്തിനും പൊന്നിന്റെ വിലയാണ്. ഹായ് ഗൈസ്. ഹായ്. ഇതൊക്കെ ഇവര് കൈകൊണ്ട് തന്നെ തുന്നിയത്, അതുകൊണ്ട് ഭയങ്കര പൈസയാണ് ഗൈസ്. തരണ്ടി മീൻ വീട്ടിൽ നമ്മളെ കാണാൻ തരണ്ടി മീൻ പോലെ ഇരിക്കും, പക്ഷെ തൊടണ്ട. കത്തുന്ന വെള്ളയാണ്. ഇതിന് 2000 എന്നോ. ഇതൊക്കെ ഇവര് കൈകൊണ്ട് തുന്നിയതാ, അതുകൊണ്ട് ഭയങ്കര വില. നമുക്ക് റോഡ് സൈഡിൽ വല്ല നോക്കാം. നമ്മുടെ ഐശ്വര്യം കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ റോഡ് ഇടിഞ്ഞ് എന്തോ രാത്രി പറ്റിയിട്ട് റോഡ് മണ്ണിടിഞ്ഞ് കിടക്കുവാണ്. എന്താ റോഡ് ബ്ലോക്കാണ്, റോഡിൽ എന്തോ പൊളിഞ്ഞു കിടന്നിട്ട്. സോ അത് ക്ലിയർ ചെയ്യാൻ 2 മണിക്കൂർ എടുക്കും. ആ 2 മണിക്കൂർ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചോളാൻ ഗൈഡ് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എടുക്കണം എന്തൊക്കെയോ കാണിക്കുക. മറ്റേ കടയിൽ കയറി ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. വില കണ്ടു, പെട്ടെന്ന് ഇറങ്ങി. ഇതിന് ചുമ്മാ നടക്കാൻ ഓർത്തു, പക്ഷെ നടക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ അല്ല ഗൈസ്. എന്നാലും നമ്മൾ നടക്കും, നമ്മളെല്ലാം അതിജീവിക്കും. എങ്ങോട്ടിലൊക്കെ പോവാം. ഇന്ന സ്ഥലത്ത് ഇങ്ങോട്ട് വന്ന് കൈ പുറത്താൻ പറ്റില്ല, പുറത്തിട്ട് മരവിച്ച് പോകും. നടക്കാൻ പോടാ. വെയിലൊന്നും താഴെ എത്തുന്നില്ല ഗൈസ്. അത് വെയിൽ താഴെ ചിരിച്ചു കാണിക്കുന്നു. മാംഗ്ലൂർ ഞാൻ മിസ് ചെയ്യുന്നു. സൂര്യൻ മാറാറേ ഇല്ല അവിടുന്ന്.
കുറച്ച് ടാൻ അടിച്ചാലും വേണ്ടിയില്ലായിരുന്നു. നടന്ന് അവസാനം വഴി തെറ്റി പോവാണ്ടിരുന്നാൽ മതി. പുള്ളി പറഞ്ഞു നിങ്ങൾ കുറച്ചു നേരം നടന്നോളാൻ, 2 മണിക്കൂർ എടുക്കും വഴി ക്ലിയർ ചെയ്യാൻ. ഇത് ആ കാണുന്നതാണോ മണാലി? മണാലി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 45 കിലോമീറ്റേഴ്സ്. അയ്യാ, ഈ തണുപ്പൂരം എനിക്ക് സഹിക്കാൻ ഞാൻ എങ്ങനെ അവിടെ ചെല്ലും? ആഗ്ര പ്ലാൻ പേടയോ? 10 രൂപയാ ഒരു പീസിന്. 10 രൂപ. കൊള്ളാവോ? 10 രൂപയ്ക്കോ? കുഴപ്പമില്ല. ഇത് കുക്കുംബർ അല്ലേടി? അതെ, കുക്കുംബറാ ഇത്. പഞ്ചസാര പാനി ഇട്ടിട്ട് എന്തോ ആക്കുന്നതാ, ഡ്രൈ ആക്കുന്നതാ. ജോയലിന്റെ ലൈസ സ്വന്തം പോലെ കണ്ട് കഴിച്ചോ? ലിയോ സ്വന്തം പോലെ കണ്ട് കഴിച്ചോ? നീ വയറിലാണോ? നമ്മൾ 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് മണാലി എത്തേണ്ടതായിരുന്നു ഗൈസ്. മണ്ണിടിച്ചിൽ, ലാൻഡ് സ്ലൈഡ്, റോഡ് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം 4 മണിക്കാണ് മണാലി എത്തിയത്. ഇത്രയും കാലം ഞാൻ ഇതൊക്കെ സ്വപ്നത്തിലും വീഡിയോയിലും ഫോട്ടോയിലും റീൽസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ബസ് മറിഞ്ഞതടി. ശരിയാ. ഇനി പുറത്തിറങ്ങണം, എന്നാലേ നമുക്ക് തണുത്ത് വിറയ്ക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇരുന്ന് നമുക്ക് തണുത്ത് വിറയ്ക്കാൻ പറ്റും. ഇത്ര ദൂരം തണുത്ത് വിറയ്ക്കണ്ട. മണാലി ചുരിദാർ ഇട്ടോണ്ട് ട്രഡീഷണൽ ലുക്ക് വന്നു. അത് വേറൊന്നുമല്ല, സമയം കിട്ടില്ല. അതാ കാണട്ടെ ട്രഡീഷണൽ ലുക്ക്. ട്രഡീഷണൽ ലുക്ക് ഇതിന്റെ പാന്റ്. ഈ മണാലി ബാസന്തിനെ കാണിക്കേ. മണാലി ബാസന്തി പാണ്ടൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു. മണാലിക്ക് മണാലിന്ന് പേരുന്നത് മനു ഋഷിയുടെ വീട് ആയതുകൊണ്ടാണ്. മനു ഋഷിയുടെ വീടായിരുന്നു ഇത്. ആലി എന്ന് പറഞ്ഞ വീട്, മണാലി മനു ഋഷിയുടെ വീട്. എല്ലാം ട്രാവൽ ഗൈഡ് പറഞ്ഞു തന്നതാ. അമ്മേ, രാവിലെ 5:30 ഇവിടെ എത്തും എന്ന് പറഞ്ഞാൽ നമ്മള് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ എത്തി. പഞ്ചായത്ത് എത്തി. എറിയല്ലടാ, കല്ല് പോലെ ഉണ്ട്. കാണുന്നില്ലല്ലോ. ഇത് അറുപതാങ്കച്ച അപ്പളേ സെറ്റായോ? നൈസ് വ്യൂ. റെഡി? ഓക്കെടാ, ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ബാൽക്കണി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ കാണാൻ വന്നതാ. ഓ, എനിക്ക് ബാൽക്കണി ഒന്നും വേണ്ട. അയ്യാ, റൂമിനുള്ളിൽ ഇങ്ങോട്ടേ വയ്യ. ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. മണാലിയിൽ ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. മണാലിയിൽ വന്നിട്ടും എവിടെ പോയിട്ടും ചൂടായിട്ടുള്ള ഒരൊറ്റ സാധനമാണ് എന്റെ ഐഫോൺ. മുറിയില് ഈ
മുറിയിൽ ഒറ്റ ചൂട് സാധനമേ ഉള്ളൂ, അത് എന്റെ ഐഫോണാ. നമ്മൾ കൂടെ ഉള്ളവരൊക്കെ പുറത്ത് ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനൊക്കെ പോയി. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനൊന്നും പോലും വയ്യാത്തോണ്ട് ഇവിടെ കിടക്കുമായിരുന്നു. നമ്മൾ റൂമിലോട്ട് ഓർഡർ ചെയ്തു സൂപ്പ്. ഓർഡർ ചെയ്തിട്ട് 2 മാസമല്ല 2 മണിക്കൂറായി, ഇതൊന്നും വന്നില്ല. സോ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം. ബൈ, അപ്പം പാക്കാം. ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യാൻ ഒട്ടും രസമില്ല കേട്ടോ. മുളകൊക്കെ തിന്നാടി, കുറച്ച് ശരിയായിട്ട് അങ്ങനെങ്കിലും നടപ്പ് പോട്ടെ. ഇവിടെ ചൂട് സാധനത്തിന്റെ ചൂട് പോലും അറിയുന്നില്ല. How is Manali? See, it is nothing for Leicester. തണുക്കുന്നോടി മേല ഗ്ലൗസും ഇല്ല. ഗ്ലൗസ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറത്തു പോയി മേടിക്കാൻ മടിയായതുകൊണ്ട് ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ കിട്ടിയ ഗ്ലൗസ് മേടിച്ചത്. അത്രയ്ക്കും മടി. റൂമിന്റെ ഉള്ളില് എല്ലാ സെറ്റപ്പിലും ഇത്ര കിട്ടിട്ടും മാത്രമേ ഈ റൂമിന്റെ ഉള്ളില് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതെങ്ങനെ പുറത്തുനിന്ന് എനിക്കറിയില്ല. നാളെ സ്നോ പോയിന്റിൽ ഞാൻ പോകുന്നില്ലെന്ന് വെക്കും. പിന്നല്ല അല്ലല്ല, ഞാൻ 6 മണിക്ക് ഓർഡർ 8 മണിയെങ്കിലും വീണ്ടും ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോഴാ ഒരു 15 മിനിറ്റ്സ്. എപ്പത്തെ സൈഡിൽ കിടന്നോ? അങ്ങറ്റത്ത് കിടന്നോ? ഞാൻ നിന്റെ ഇപ്പത്തെ ഇഷ്ടമായോ? ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് 2 ഗെയിംസ് കളിക്കുന്നുണ്ട്. മൗണ്ട് എവറസ്റ്റ് പോലെ ഉണ്ട്. പക്ഷേ ഇത് വെറും സ്വപ്നമാണോ കാണുന്നത്? നമ്മള് സ്നോ പോയിന്റിൽ ഇടാനുള്ള ഡ്രസ്സ് റെന്റിന് എടുക്കാൻ വന്നതാണ്. പക്ഷെ ഇതിനകത്തൂടെ ഞാൻ എങ്ങനെ നടക്കൂടി? സ്നോ പോയിന്റ് പോലും എത്തിയിട്ടില്ല, ഇപ്പഴേ മരിച്ചു. ഹൗസ് ദ കോസ്റ്റ്യൂം? എനിക്ക് കാലെന്നെ മരവിക്ക് വഴി. എന്റെ കാലം എനിക്ക് ഫീൽ ഒന്നും ചെയ്തില്ല. ആരൊക്കെ താഴോട്ട് എന്തെങ്കിലും ഉണ്ടെന്ന്. ട്രൈപോഡ് എടുക്കണം. Welcome to Manali. Welcome to Manali. Nice to meet you. Nice to meet you. ഗ്ലൗസ് ഒന്നും ഇടാണ്ട് തൊടാൻ പറ്റില്ല. പിന്നെ ഗ്ലൗസ് ഒന്നും കാണുന്നില്ല. എന്റെ ഫോണിന്റെ ഉള്ളിൽ ഐസ് കയറി. ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് കളർ ഓപ്ഷൻ ഒന്നുമില്ല. ഡ്രസ്സ് അവർ തരുന്ന ഡ്രസ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി എനിക്ക് ഈ കളർ വേണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് കളർ ഓപ്ഷൻ ഒന്നുമില്ല. അവർ പറയുന്ന കളർ എടുക്കാൻ പറ്റും. എനിക്ക് ഫോണ് ചാർജ് ഇല്ല, ഇപ്പൊ ഓഫ് ആവും. എന്റെ ഫോൺ ഇപ്പൊ ചാവും. എത്ര നേരം വ്ളോഗ് എടുക്കാൻ പറ്റും എനിക്കറിയാം. മിക്കവാറും ഇപ്പൊ തന്നെ ചാകും. കാണുന്നു കാണുന്നില്ല. വല്ലതും വരുന്നുണ്ടോ ആവോ? സ്നോമാൻ എനിക്ക് പനി പിടിച്ചു. കുറെ എവിടെ കിടപ്പുണ്ടല്ലോ. എന്റെ ട്രൈപോഡ് അത് എടുത്തോണ്ട് ഇവിടെ തിരിച്ചു തന്നോ? ഞാൻ ഇവിടെ വന്ന് പുറത്തു കാല് മുറിച്ചിട്ട് ഷൂരണ്ട വരുന്ന സെൻസേഷൻ തീരെ ഇല്ലായിരുന്നു. സെൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു കാല്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, എല്ലാരും എക്സ്പീരിയൻസ്. 10 ഐസ്ക്രീം അടുപ്പിച്ച് തിന്ന ഫീല്. ബൂട്ട്സ് ഇട്ടിട്ടും സോക്സിലൊക്കെ വെള്ളമായി. 4 സോക്സ് ഇട്ടു, അതിന് വേണ്ടേക്ക് ബൂട്ട്സ് ഇട്ടു. എന്നിട്ടും കാല് ഐസായി. ആർക്കെങ്കിലും ചൂടുവെള്ളം വേണോ? എനിക്ക് പോയി
അയ്യോ അത് തന്നെ, ഇവിടെയൊക്കെ നടുവ് ഇടിച്ച് വീണിട്ടുണ്ടെങ്കിൽ കാര്യം അപ്പം കഴിയും. ഞങ്ങള് റൂമിൽ വന്ന് ഫുഡ് കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തു. റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഫോൺ ചാർജ് ചെയ്തു. ഫോൺ ചാർജ് ഒന്നും കയറിയില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. Again we are going to Mall Road or Manali Mall Road for shopping. ടെമ്പിളിൽ പോകുന്നുണ്ടോ? നമ്മൾ തന്നെ പോകാനോ? 4 കിലോമീറ്റർ നടക്കണം. വേറൊരു ടെമ്പിൾ ഉണ്ട് അടുത്ത്. ആണോ? അത് പുള്ളി പറഞ്ഞിട്ട് എവിടെയൊക്കെ പോകും. സ്പോർട്ട് പ്ലാൻ. ഇതാണ് മാർക്കറ്റിലേക്കുള്ള ഷോർട്ട് റൂട്ട്. ദിസ് ഈസ് ദ ഷോർട്ട് കട്ട്. ഇത് ഷോർട്ട് കട്ടാ. ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് നാക്ക് വടി പോലെയുണ്ട്. ക്യൂട്ടത്. എന്താ അതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് വൈൽഡ് ലൈഫിന്റെ എന്തോ ഒരു ഇതാണ്. അപ്പൊ എന്താ? അപ്പൊ വൈൽഡ് ആനിമൽസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. എനിക്ക് മടുത്തു. 1 കിലോമീറ്റർ ഉള്ളൂന്ന് പറഞ്ഞല്ലേ നടക്കാൻ വന്നത്. 3 കിലോമീറ്റർ ആയല്ലോ. ഷോപ്പിംഗ്. ഈ കാട്ടുമുക്കിൽ ഒരു കട പോലും കാണുന്നില്ല. റെന്റിനോ? എടാ റെന്റിന് 1500 രൂപയാന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താ വേണ്ടേ? ഹായ്. ഇതോ ഹിമാചൽ പ്രദേശിലെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു തരം സ്വാമിയാന്ന് തോന്നുന്നു. നൈസ് ടു മീറ്റ് യു. സേ ഹായ്. ദിസ് ഈസ് മണാലി ഫേമസ് അല്ല, മണാലി സ്പെഷ്യൽ സിഡു. സിഡു നല്ലേടി, സിഡു. മണാലിയിൽ വന്നിട്ട് ഇത് കഴിക്കാണ്ട് പോലെന്ന് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. സോ നമ്മൾ മേടിച്ചു. 150 ഒരെണ്ണത്തിന്. പല റേറ്റാ പല കടയില്. ഉയരം കൂടുന്തോറും വില കൂടുന്നുണ്ട്. പയ്യെ എന്റെ കയ്യിൽ നിന്ന് താഴെ വരും കേട്ടോ. എനിക്ക് ഒന്നിനും ടേസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്പെഷ്യൽ ടേസ്റ്റാ. ഉള്ളിലെന്താ ഡ്രൈ എങ്ങനെയുണ്ടടി? അല്ല ഇത് എന്തോ ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്നാ പറഞ്ഞേ. പൊളിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയുണ്ടടാ? നീ വെള്ളത്തിന്റെ കുട്ടിയാണോ എല്ലാം ഇതെടുത്തില്ലേ? നല്ല രസമില്ല. മോമോസ് അല്ലത് സിഡു. ഞാൻ ആ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മേടിച്ചു. എനിക്ക് വേറൊന്നും ഇവിടെ ഇഷ്ടപ്പെട്ടില്ല മേടിക്കാനും വേണ്ടിയിട്ട് ഒന്നും. അപ്പം ഒരു സ്ഥലത്ത് പോകുമ്പം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മേടിക്കുന്നതല്ലേ അതിൻ്റെ ഇതെന്ന് ഓർത്തിട്ട് അത് മേടിച്ചു. എടി ടെമ്പിള് നല്ല രസമുണ്ട്. മണാലിയിൽ മഴയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. വഴിയൊന്നും അറിയില്ല. മൊണാസ്ട്രി എത്തിയ മൊണാസ്ട്രിയിലോട്ട് പോകുന്നു. മൊണാസ്ട്രി എത്തിയാൽ മാത്രം അവിടെ എത്തിയെന്ന് പറയാം. ഇവിടുത്തെ പട്ടികളുടെ അനാട്ടം നീ ഇങ്ങനെ മാറുന്നേ. ഇത്ര ഇങ്ങനെ വരുന്നേ? അയ്യോ വേണ്ട, അടുത്തോട്ട് വരല്ലേ. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി പറയാൻ പോലും വയ്യ. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, ഹിമാലയൻ നീമപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. പ്രസാദാണോ ഇത്? നേർച്ച വയ്ക്കുന്നതാണ്. ട്രോപ്പിക്കാനായിട്ട് ജ്യൂസ്, കള്ള്, പിന്നെ ഇത് വെള്ളം. ഇവിടെ തൊട്ട ഫൈനാ.
റെയർ വീൽസ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുള്ള് സ്ക്വയർ ഫുള്ളുണ്ട്. കുറെ ആയിട്ട് ഞാൻ നോക്കി നടക്കുമായിരുന്നു ഈ ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കാൻ. അവസാനം ഈ അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടു ഇത്. എനിക്കും വേണം ഫോട്ടോ. ഡ്രസ് ഇട്ട് തരുമോ അവര്? ഈ ജാക്കറ്റൊക്കെ ജോയിലെ ഞാൻ ഇടുന്നില്ല. ഇത്രയും കോമഡി ആയിരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. കുഴപ്പമില്ല, നമ്മളെല്ലാ ആഗ്രഹവും സാധിക്കണം. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇതൊന്നും നടക്കത്തില്ലല്ലോ ഓർത്തിട്ട്. ദയവായിട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് കൊണ്ടു തന്നതാ. എനിക്ക് മാത്രം ബക്കറ്റ് കിട്ടിയുള്ളൂ. ബക്കറ്റ് എനിക്ക് മാത്രമേ ഉള്ളൂ. സാറില്ല, ഞാൻ എടുത്തോളാം. തമിഴ്നാട്ടിലെ കപ്പലിന്റെ വയ്ക്കുന്ന ശേഷം ഇത്ര കോമഡി. നമ്മൾ തന്നെ നമ്മളെ കണ്ട് ചിരിക്കുക. നമ്മളത് പുറത്തിറങ്ങി. ഇവന്റെ എന്റെ ചാർജ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. മുന്നേ ക്യാമറ പോയി. ഇവിടെ ഒരു മെയിൻ ആളുണ്ട്, കാണിച്ചു തരാം. ഇയാള് ഇവനെ തൊടണമെങ്കിൽ 20 രൂപ, ഇവനെ തൊടണമെങ്കിൽ 20 രൂപ, തലോടണമെങ്കിൽ 30 രൂപ, ഫോട്ടോ എടുക്കണമെങ്കിൽ 50 രൂപ. വേണ്ട, അവിടെ ഇരുന്നോ. ആർക്ക് എന്തിനാ? ഒത്തിരി പേരുണ്ട്. ഗ്രൂപ്പായിട്ട് നിന്നാൽ 20 രൂപ. ഓ അങ്ങനെ. ചാർജ് ഇല്ല. ഐ ഡോണ്ട് നോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മള് ഷോപ്പിങ്ങും ഔട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോവാ. ബൈ. മൂഡ് പഹാടി ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് മണാലിയിൽ പോവാനുള്ള വിഷമായിരുന്നു. ഫോട്ടോ കണ്ടപ്പോ കുറച്ചുകൂടെ വിഷമായി. എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വിഷമായിരുന്നു. ഫുൾ ഡേ അത്ര സീൻ ഫോട്ടോസ്. ഹായ്, വി ആർ ഇൻ എന്താണ് കടയുടെ ഒരു ടേസ്റ്റ് ടു എക്സ്പ്രസ്. ഒരു ഹോട്ടലിൽ ലൈറ്റ് ഇല്ല. ഒരു മയത്തിലൊക്കെ തന്നെ ബാബേ അൻമരിയെ ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞിട്ട് മഴ കാരണം അത് DJ ആയി. എല്ലാം കഴിഞ്ഞ് DJ എന്നൊക്കെ പറയാം. എല്ലാം കഴിഞ്ഞ് നമ്മള് ഡിന്നർ കഴിക്കാണ്. ഡിന്നർ കഴിച്ച് നമ്മൾ നാളെ രാവിലെ ഏർലി മോർണിംഗ് മണാലി വിടുന്നു ഗൈസ്. മണാലി വിടുന്നു. ഇനി മണാലിയിൽ ഒന്നുമില്ല എനിക്ക്. ഇനി ഉറങ്ങും മാത്രമേ ഉള്ളൂ. ബൈ ബൈ.